കലാഭവൻ മണിയുടെ പേരിൽ ചാലക്കുടിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച ഫോക്ലോർ അക്കാദമി ഉപകേന്ദ്ര നിർമ്മാണം ഇപ്പോഴും സർക്കാർ ഫയലിൽ. മുൻ MLA BD ദേവസിയാണ് പരമ്പരാഗത കലകളുടെ പഠനവും ഗവേഷണവും ലക്ഷ്യമിടുന്ന ഫോക്ലോർ അക്കാദമി ഉപകേന്ദ്രത്തിന് അനുമതി നേടിയെടുത്തത്. അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലൻ ഇതിനായി ആദ്യ ഗഡു എന്ന നിലയിൽ 50 ലക്ഷം രൂപയും അനുവദിച്ചു. 2015-2020 കാലഘട്ടത്തിലെ നഗരസഭാ ഭരണസമിതി ഇതിന് 20 സെന്റ് സ്ഥലവും അനുവദിക്കുകയും ചെയ്തു. ദേശീയപാതയ്ക്ക് അക്വയർ ചെയ്ത സ്കൂൾ ഗ്രൗണ്ടിന്റെ കിഴക്കുഭാഗത്ത് അവശേഷിക്കുന്ന സ്ഥലമാണ് ഇതിനായി കണ്ടെത്തിയത്. ഇതിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നതിനിടെ നഗരസഭയിൽ UDF ഭരണസമിതിയായി. ഈ ഘട്ടത്തിലാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥതാവകാശത്തിൽ നഗരസഭ സംശയം പ്രകടിപ്പിച്ചത്. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പാണ് 10 സെന്റ് ഭൂമി കൂടി വിട്ടു നൽകിയത്. ഇതിനിടെ പദ്ധതിക്ക് അനുവദിച്ച തുക 3 കോടിയായി സർക്കാർ ഉയർത്തി. 2 വർഷം മുമ്പ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണ ചുമതല സർക്കാർ നേരിട്ടേൽപ്പിച്ചെങ്കിലും പാരമ്പര്യ കലകളുടെ വികസനത്തിന് ഉതകുന്ന സ്ഥാപനം യാഥാർത്ഥ്യമാകുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു നീക്കങ്ങളും നടക്കുന്നില്ല. കഴിഞ്ഞ LDF സർക്കാർ 3 കോടി രൂപ ഇതിനായി അനുവദിച്ചു. ഗവൺമെന്റ് മോഡൽ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് 30 സെന്റ് സ്ഥലവും നഗരസഭ വിട്ടു നൽകി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഏജൻസിക്ക് നിശ്ചിത തുക മുൻകൂർ നൽകിയില്ലെന്നാണ് ആരോപണം. മുൻ സർക്കാരാണ് ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം വൈകിപ്പിച്ചതെന്നും പിന്നീട് ഏജൻസിയെ ഏൽപ്പിച്ചെങ്കിലും ഒന്നും നടന്നില്ലെന്നും MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. ഇതു സംബന്ധിച്ച് വിവിധ വകുപ്പ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്യുമെന്നും MLA പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി.